പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നാളെ അവസാനിക്കുകയാണ്. ഈ അവസാനിക്കുന്ന ദിവസം മുതൽ ഏറ്റവും കൂടുതൽ ഭാഗ്യ അനുഭവങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന നക്ഷത്രജാതകരുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇവരുടെ വിജയത്തിൻ്റെ തേരോട്ടം തുടങ്ങുന്ന ദിവസങ്ങളാണ്. നമുക്ക് ഓരോ രാശിക്കാരെക്കുറിച്ചും അതിലെ നക്ഷത്രജാതകരെക്കുറിച്ചും അവരുടെ ഫലങ്ങൾ വളരെ വിശദമായിട്ടൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച്. ഇനി വരും ദിവസങ്ങൾ ധനലാഭ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും തൊഴിൽ രംഗം മെച്ചപ്പെടാനും കച്ചവടക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും സാധിക്കുന്ന ദിവസമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണെങ്കിലും ത്രിദോഷങ്ങളുടെ ഉപദ്രവം, ത്വക്കിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റം ലഭിക്കും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. മനസ്വസ്ഥത വർദ്ധിക്കും. മക്കളുടെ രോഗാരിഷ്ടതകൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. പോലീസ് കേസുകളിൽ നിന്നും തടിയൂരാനായിട്ട് ഇവർക്ക് സാധിക്കും. പ്രായോഗിക ബുദ്ധി പലപ്പോഴും പ്രകടിപ്പിക്കാൻ സാധിക്കും. മുൻകോപം മൂലം കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള അവസരമാണ്. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ഗൃഹ ഉപകരണങ്ങൾ, വാഹനങ്ങൾ, അലങ്കാര വസ്തുക്കൾ ഇവ വാങ്ങാൻ സാധിക്കും. ദാമ്പത്യ കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ പുഷ്പാഞ്ജലി, പാൽപായസ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഗവൺമെൻറ്റിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസം ഇവരെ കാത്തിരിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഇത് പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. മറ്റുള്ളവരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം. ധനാഗമങ്ങൾ ഉണ്ടാകും. നേത്രരോഗം, ഉദരബന്ധിയായ അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കുക. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധിക്കും. പല ദുഃഖ അനുഭവങ്ങളിൽ നിന്നും കരകയറും. മാർഗതടസ്സങ്ങൾ മാറിക്കിട്ടും. വീട്ടിൽ സന്തോഷം നിറഞ്ഞ അന്തരീക്ഷം കൂടുതലായിരിക്കും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു വരും. പൊതുവെ അംഗീകാരവും ആദരവും ലഭിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വരും. മുടങ്ങിയ വിവാഹ ആലോചനകൾ സജീവമാകും. കൊടുക്കൽ വാങ്ങലുകൾ മെച്ചപ്പെടും. മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പുനരാരംഭിക്കാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മിഥുനക്കൂറിലെ മകയിരം നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. ജീവിതത്തിൽ ഇനി എന്ത് എന്നൊരു പ്രതീക്ഷയും ഇല്ലാതെ, യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നവർക്കൊരു ലക്ഷ്യബോധം ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് അതിൽ നിന്ന് മോചനവും ലഭിക്കാൻ സാധ്യതകളേറെയാണ്. ചിലവുകളൊക്കെ കുറഞ്ഞു തുടങ്ങും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ചിലവുകൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം. ശത്രുക്കളുടെ എതിർപ്പ് കുറഞ്ഞു തുടങ്ങും. ധനാഗമങ്ങൾ ഉണ്ടാകും. ലോഹദ്രവ്യങ്ങൾ വിറ്റ് പണം വരാൻ ഇടയുണ്ട്. ബന്ധുജനങ്ങളോടുള്ള കലഹം കൂടുതലാകാതെ ശ്രദ്ധിക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കണം. ഗവൺമെൻറ്റിലേക്കും ബാങ്കുകളിലേക്കും മറ്റും കൊടുക്കാനുള്ള പണം കണക്കുകൾ തെറ്റി നൽകാൻ ഇടയുണ്ട്. യാത്രകൾ വേണ്ടിവരും. സ്ഥാനക്കയറ്റം ലഭിക്കും.
അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സാധിക്കും. ധനകാര്യങ്ങൾക്ക് തടസ്സം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അച്ഛനോ തത്തുല്യവർക്കോ രോഗാരിഷ്ടതകൾ ഉണ്ടാകും. പല ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. നീർക്കെട്ട്, ജലബന്ധിയായ മറ്റ് അസുഖങ്ങൾ, ഇവയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഭൂമി കച്ചവടം നടത്തുന്നവർക്ക് കച്ചവട ലാഭം ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും. ഇവർ ദോഷപരിഹാരത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കർക്കിടകക്കൂറിൽ പുണർദം, നാലാം പാദം, പൂയം, ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. വരുന്ന ആഴ്ചക്കാലം ഏറ്റവും കൂടുതൽ ഭാഗ്യം ഇവരെ തുണയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ സ്വസ്ഥമായൊരു അന്തരീക്ഷം സംജാതമാകും. മരണതുല്യമായ സാഹചര്യങ്ങളെ അതിജീവിക്കും. പ്രാർത്ഥനകൾക്കും മറ്റും ഫലം ഇരട്ടിക്കും. പലതരത്തിലുള്ള ദുഃഖ അനുഭവങ്ങളും അതിജീവിക്കും. ഗവൺമെൻറ്റുമായിട്ടുള്ള ഏർപ്പാടുകളിൽ വിജയസാധ്യതകൾ ഏറെയാണ്. അഗ്നിയുടെയും കള്ളന്മാരുടെയും ഉപദ്രവം മാറിക്കിട്ടും. മനോവിചാരം കുറഞ്ഞു തുടങ്ങും. പലവിധ രോഗാരിഷ്ടതകളാൽ കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചനമുണ്ടാകും. ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ അവസരം ലഭിക്കും. വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. യാത്രകൾക്കിടയിൽ ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും ബന്ധുജനങ്ങളുടെ അകൽച്ചയും മാനസികമായി ബുദ്ധിമുട്ടിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. വരും ആഴ്ചയിൽ ചിലവുകൾ വളരെ കുറവായിരിക്കും. സംസാരത്തിൽ അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കണം. മംഗളകർമ്മങ്ങൾക്ക് മുടക്കം വരാതിരിക്കാനും ശ്രദ്ധിക്കുക. തൊഴിൽ രംഗം മെച്ചപ്പെടും. വാഹനങ്ങൾ മാറി വാങ്ങാൻ നല്ല സമയമാണ്. പൊതുധനം കൈകാര്യം ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് ഒന്ന് നോക്കാം. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കും. ധനലാഭ ഐശ്വര്യങ്ങൾ ഇരട്ടിക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകും. അവർക്ക് നല്ല വിജയം പ്രതീക്ഷിക്കാം. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വിവാഹമോചന കേസുകൾക്കുള്ള ഗൗരവം കുറഞ്ഞു തുടങ്ങും. അപവാദം കേൾക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് ഉയർച്ച ഉണ്ടാകും. ദൂരയാത്രകൾ വേണ്ടിവരും. അലച്ചിൽ കൂടുതലാകും. മനോദുഃഖങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അലസതയും മന്ദതയും എല്ലാ കാര്യങ്ങളിലും ഉണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം നേടിയെടുക്കാൻ സാധിക്കും. മക്കളെ കൊണ്ട് സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം സംജാതമാകും. ആജ്ഞാസിദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ മുൻകോപം നിയന്ത്രിക്കണം. പല ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുമെങ്കിലും തടസ്സങ്ങൾ കാരണം പൂർണ്ണമായിട്ട് ലഭിക്കാതിരുന്ന വ്യക്തികൾക്ക് തടസ്സങ്ങളൊക്കെ മാറിത്തുടങ്ങും. തർക്ക വിഷയങ്ങളിൽ വിജയം നേടാൻ ഉള്ള സാധ്യതകളുണ്ട്. ഭാവി കാര്യങ്ങളിലേക്ക് പല തീരുമാനങ്ങളും നിഷ്പ്രയാസം എടുക്കാൻ സാധിക്കും. തൊഴിൽ സ്ഥാപനങ്ങളിൽ കൂടുതൽ മുതൽ മുടക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. മൂത്രാശയബന്ധിയായും ഗർഭാശയബന്ധിയായിട്ടും ഉള്ള അസുഖങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. കരാർ ജോലിക്കാർക്ക് നല്ല അവസരങ്ങൾ വരികയും ചെയ്യും. ഇവർ ദോഷപരിഹാരത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ പാൽപായസം നിവേദിച്ച് പ്രാർത്ഥിക്കണം. ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. വരുന്ന ആഴ്ച ധനനേട്ടങ്ങളുടെ ഒരു കാലമാണ്. കാര്യതടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായി ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും. തൃപ്തികരമായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. സുഗന്ധദ്രവ്യങ്ങൾ സമ്മാനമായിട്ട് കിട്ടാൻ ഇടയുണ്ട്. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ മാറിത്തുടങ്ങും. ലക്ഷ്യബോധം ഇല്ലാതെ വളരെ ദൂരം സഞ്ചരിക്കാതിരിക്കുക. ബന്ധനാവസ്ഥയിൽ നിന്ന് മോചന സാധ്യതകൾ കാണുന്നുണ്ട്. മനസ്സിലെ ഭീതി വിട്ടൊഴിയുകയും ചെയ്യും. ദാമ്പത്യ സൗഖ്യം നല്ല രീതിയിൽ അനുഭവിക്കാൻ യോഗമുണ്ട്. കോടതി കേസുകളിൽ കൂടുതൽ ശ്രദ്ധ വേണം. പാഴ്ചെലവുകൾ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്തെ കലഹങ്ങൾ അതിജീവിക്കും.
തൊഴിൽ രംഗം മെച്ചപ്പെടുകയും ചെയ്യും. പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. ഈ 3 നക്ഷത്ര ജാതകരും വരും ആഴ്ചയിൽ ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്തം പുഷ്പാഞ്ജലി കഴിച്ച് പ്രാർത്ഥിക്കാം. ഈ നക്ഷത്ര ജാതകർ ഈ ആഴ്ചയിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക.